നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യലേ. ഇൻഷുറൻസ് ഏത് കൊള്ളാം, ഇൻഷുറൻസിൽ ഈ 4 ഘടകങ്ങൾ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ ക്ലെയിം കിട്ടില്ലേ? അതൊരു യൂസ്ഫുൾ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യലേ. അതായത് ഗ്ലാസ് വേണം കൂട്ടുകാരെ. എല്ലാവർക്കും വാഹനമുള്ളവരാണ്. നമ്മൾ 25 ലക്ഷവും 20 ലക്ഷത്തിൻ്റെയും വാഹനങ്ങൾ എടുക്കുന്നു. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസേ നമ്മൾ എടുക്കാറുള്ളൂ. അത് തന്നെ എടുത്താൽ മതി. ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ക്ലെയിം തരുന്ന ഇൻഷുറൻസ് കമ്പനിയുണ്ട്. എന്ത് സംഭവിച്ചാലും സംഭവിക്കാതിരിക്കട്ടെ, പ്രോസസ്സിങ് ഫീസ് 1000 രൂപ മാത്രം അടച്ചാൽ മതിയാവും. ഇപ്പം നമ്മൾ കഴിവതും പുതിയ വണ്ടി എടുക്കുമ്പം ആ ഡീലർഷിപ്പ് ഏത് ബ്രാൻഡായാലും അവർക്ക് ടൈപ്പുള്ള ഇൻഷുറൻസ് ഉണ്ടാവും, കമ്പനികളുണ്ടാവും. 5 വർഷത്തേക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാരണവശാലും വണ്ടിയിൽ IDV വാല്യൂ ഉണ്ട്. അത് വർഷം തോറും നോർമലി കുറയും, വീണ്ടും കുറയ്ക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഈ ഇൻഷുറൻസ് കമ്പനി എമൗണ്ട് കുറയാൻ വേണ്ടി IDV വണ്ടിയുടെ വാല്യൂ കുറച്ചിട്ട് എമൗണ്ട് കുറയ്ക്കുന്ന ഓപ്ഷനും ഉണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും വണ്ടിക്ക് വാല്യൂ വേണം. ഓക്കെ, നമ്മൾ 25 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുന്നു. ഇൻഷുറൻസും മെയിനായിട്ട് ഇനി ഇപ്പോൾ എന്ത് ചെയ്തില്ലെങ്കിലും വണ്ടിക്ക് ഇൻഷുറൻസ് പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, 1 വർഷത്തേക്ക് ഓൺ ഡാമേജ് പ്രീമിയം ബോഡിക്ക് എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ വന്നാൽ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്, 3 വർഷത്തേക്ക് 4 വർഷത്തേക്കുള്ളത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പലർക്കും അറിയില്ല, ഇപ്പോഴും ലേറ്റസ്റ്റ് സംഭവം ഉണ്ടായി. ഇൻഷുറൻസ് 4 വർഷത്തേക്കുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വണ്ടി റോഡിൽ കൂടെ ഓട്ടിക്കാം. പിന്നെ തട്ടോ മുട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് കഴിവതും ഏത് ബ്രാൻഡ് കാറാണോ ഉപയോഗിക്കുന്നത് ആ ഡീലർഷിപ്പിൽ ടൈപ്പുള്ള ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതർവൈസ് നിങ്ങൾ ഔട്ട്സൈഡ് ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ടൈപ്പ് കാണില്ല. അപ്പോൾ വണ്ടിക്ക് ആക്സിഡൻറ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആദ്യം എത്ര എമൗണ്ട് ആവണോ നിങ്ങൾക്ക് ആവുന്നത്, ആ എമൗണ്ട് ഡീലർഷിപ്പിൽ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് പേ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ ബില്ല് കൊടുക്കണം, അക്കൗണ്ട് നമ്പർ കൊടുക്കണം, പിന്നെ സർവേ റിപ്പോർട്ട് വയ്ക്കണം. പിന്നെ ഈ ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ 15-20 ദിവസത്തോളം അടുപ്പിച്ചാവും. ടൈപ്പുള്ള ഇൻഷുറൻസ് ആകുമ്പം